step is ഇതെങ്ങനെയാ process ചെയ്യുന്നത്. So there are 10 different steps which you need to learn to set up this particular system. So first is ആദ്യത്തെ segment ആണ് ഏറ്റവും important niche selection. So എന്ത് സാധനമാണ് നമ്മൾ പിക്ക് ചെയ്യേണ്ടത്? niche market ഏത് ഫീൽഡിനകത്താണ് നമ്മൾ പോകേണ്ടത്? So niche selection. So first is niche selection. You need to pick your niche. ഏത് niche ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്? ഏത് സെക്ഷനകത്താണ് നിങ്ങൾ ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, സോ നമുക്ക് നീച്ച് സെലക്ഷൻ എങ്ങനെയാ ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ട നീച്ച് സെലക്ഷൻസ് ആണ്. സോ വൺസ് നീച്ച് സെലക്ഷൻ ഇസ് ഡൺ, ദെൻ യു നീഡ് ടു ഫൈൻഡ് ദി പ്രൊഡക്ട്സ്. ആ നീഷിനകത്ത് ഏത് പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്കുള്ളത് വിച്ച് യു ക്യാൻ ഗോ ആൻഡ് പ്രൊമോട്ട്. സോ പ്രൊഡക്റ്റ് സെലക്ഷൻ ടു ടൈപ്സ് ഓഫ് ആണ്. വൺ ഈസ് നെറ്റ്വർക്ക് ബേസ്ഡ് ആണോ പ്രൊഡക്റ്റ് നിങ്ങൾ എടുക്കാൻ പോകുന്നത്, അല്ലെ പിന്നെ ഇൻഡിവിജ്വൽ ആണോ? ഇൻഡിവിജ്വൽ ആണോ? സോ ഇൻഡിവിജ്വൽ ആണോ നിങ്ങൾ പ്രൊഡക്റ്റ് എടുക്കാൻ പോകുന്നത്? ദാറ്റ് ഈസ് സെക്കൻഡ് സ്റ്റെപ്പ്. നീഷ് ഫസ്റ്റ് ഫൈനലൈസ് ദ നീഷ്. സെക്കൻഡ് സ്റ്റെപ്പിനകത്ത് ഫൈനലൈസ് ദ യുവർ പ്രൊഡക്റ്റ്. ആൻഡ് പ്രൊഡക്റ്റ് നിങ്ങൾ എവിടുന്നാണ് എടുക്കാൻ പോകുന്നത്? നെറ്റ്വർക്കിനകത്തു നിന്നാണ് എടുക്കാൻ പോകുന്നത്, അല്ലെ പിന്നെ ഇൻഡിവിജ്വൽ സെക്ഷൻസിനകത്തു നിന്നാണ് എടുക്കാൻ പോകുന്നത്? ദാറ്റ് ഈസ് സെക്കൻഡ്. തേർഡ് ഈസ് യുവർ landing page. You are going to build your landing page. So landing page ന്റെ കൂടെ തന്നെ automatically there will be a bridge page, and third one is your offer page. So LP, BP, OP. So these are the third stage nathu you are going to build your landing page where you will be going to put your offer. Okay, the landing page nathaയിരിക്കും what you are going to sell. ഈ ലാൻഡിംഗ് പേജിനകത്ത് നിങ്ങൾ എന്താ കൊടുക്കാൻ പോകുന്നത്? the result of what you are offering. If you are making like ഇപ്പൊ നിങ്ങൾ ഒരു make money promote ചെയ്യാൻ ഓർത്തു, just for example, so you will be showing ഈ particular landing പേജിനകത്ത് നിങ്ങൾ അവിടെ മെൻഷൻ ചെയ്യാൻ പോകുന്നത് how to make $10,000 per month working from home. You are going to show that dream. If you wanted to know, drop your email right now. So നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമുക്ക് ഇൻഡെക്സ് ഡിസ്കവർ ഇപ്പം നമ്മളൊരു വെയിറ്റ് ലോസിന്റെ ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ ഓർത്തോ. സോ നമ്മുടെ ലാൻഡിംഗ് പേജിന്റെ കണ്ടന്റ് എന്തായിരിക്കും? ഹിയർ ഇസ് ദ വേ ഹൗ യു ക്യാൻ യൂസ് യുവർ 10 kg weight in 1 month. So want to know how? Drop your email here. So every time നമ്മൾ എന്താ പറയാൻ പോകുന്നത്? what is the ultimate goal of that particular offer? അതിന്റെ ഡ്രീം ആയിരിക്കും നമ്മൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. സോ ആ സെക്ഷൻ ആയിരിക്കും നമ്മൾ ലാൻഡിംഗ് പേജ്. ലാൻഡിംഗ് പേജ് ഇസ് ഓൾ അബൌട്ട് പ്ലേയിങ് വിത്ത് ഇമോഷൻസ്. അഗെയിൻ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ പോലത്തെ സംഭവമാണ്. വി നോ ദാറ്റ് ദ പേഴ്സൺ ആക്ച്വലി വാണ്ട് ദിസ്, വി ആർ ഗോയിങ് ടു പിച്ച് ദാറ്റ്. അവരോട് അവരുടെ ഒരു ആംഗിൾ. സോ എപ്പോഴും നമ്മുടെ ആംഗിൾ ഫോക്കസ് ചെയ്തിട്ടാണ്. സോ we need to landing page, whenever we create landing page or we create ad copy, we need to follow AIDA. So this is the AIDA first stand for attract. You need to attract your right audience. Your landing page nathote right audience ne ningalku attract cheyanam. Once you attracted, you need to create interest. A particular sadhanathine ariyan vendi avarku oru interest create cheyanam. Again, creating interest and giving a desire. Okay, if I go through this, I will be making this much of money, or I will be losing this much weight, or I will be doing this much section. So that is the desire. And end of the section, you need to ask them to take action. So here what we are going to do, നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി സബ്മിറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് അവർ ആക്ഷൻ. സോ AIDA. ഇപ്പൊ നമ്മൾ ആഡ് കോപ്പി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിലും വി നീഡ് ടു ഫോക്കസ് ഓൺ ദീസ് 4 terms: attract, interest, desire, and not attract, it's attention. Okay, you need to break their attention, or attract, this is kind of similar kind of thaneyana. So attention, break their attention, create an interest, make build their desire, create their desire, then ask them to take action. So that is the landing page nathu ningalku cheyan pote. So that is the third step. So that is the third step, landing page. And fourth one is now we are going to create our home, that is our website. Fifth step, we are going to do
വെബ്സൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് we are going to do our proper keyword research. പിന്നെ ഇവിടെ keyword research is also very focused towards രണ്ട് സെഗ്മെന്റ് ആയിരിക്കും. One is commercial intent. നമ്മൾ ഇതിനകത്ത് ലേണിംഗും ടീച്ചിങ്ങും അങ്ങനത്തെ ഒരു സെക്ഷനകത്ത് ഫോക്കസ് ചെയ്യാതെ കൊമേഴ്ഷ്യൽ ഇന്റന്റ് കീവേഡ് മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. മോസ്റ്റ്ലി ലോങ് ടെയിൽ കീവേഡ്സ് ആയിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ലോങ് ടെയിൽ മീൻസ് ലെസ് കോമ്പറ്റീഷൻ, ഓൾസോ ഈസി ചാൻസ് ടു ഗെറ്റ് റാങ്ക്. ദാറ്റ്സ് വൈ വി ആർ ഗോയിങ് വിത്ത് ദ ലോങ് ടെയിൽ കീവേഡ്സ്. ദാറ്റ്സ് വൈ നമുക്ക് ഒരുപാട് കണ്ടന്റിന്റെ ആവശ്യം വരുന്നത് ഇവിടെ. SEO ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നത് ബിക്കോസ് വി ആർ ഗോയിങ് ഫോർ ദ ലോങ് ടെയിൽ കീവേഡ്സ്. ബിക്കോസ് നമുക്ക് ഒരുപാട് ഓരോ പേജസ് ഫോക്കസ് ടുവേർഡ്സ് വൺ സിംഗിൾ കീവേഡ് ആയിരിക്കും. ട്രാഫിക്കിന് പറഞ്ഞാൽ എസ്റ്റിമേറ്റഡ് ട്രാഫിക് ഓഫ് ദ വൺ കീവേഡ് ലൈക്ക് ഒരു 500ന്റെ റേഞ്ച് ആയിരിക്കും. സോ ദാറ്റ് ഈസ് ദ കീവേഡ് ട്രാഫിക് വി ആർ ഗോയിങ്. ലൈക്ക് മന്ത്ലി ട്രാഫിക് 500 ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഓരോ അങ്ങനെ ലൈക്ക് വി കാൻ ഗോ ഫോർ ദ 50,000 ട്രാഫിക് ഉള്ള കീവേഡ്സിന്റെ അറൌണ്ട് പോയിട്ട് നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. സോ വി വിൽ ബി ഗോയിങ് ഫോർ എ സ്മോൾ സെറ്റ് ഓഫ് കീവേഡ്സ് വിച്ച് actually rank ആയിട്ടുണ്ടെങ്കിൽ easily we can make some money. And commercial intent ഉള്ള keywords. So what kind of keywords is having commercial intent? Like keywords like having best, having discount, having offer. ഇങ്ങനത്തെ ചില keywords ആണ് which actually having a commercial intent. Or 10 top. These are the some keywords which has a commercial intent. Okay, so അങ്ങനത്തെ keywords ആയിരിക്കും നമ്മൾ ഫൈനലൈസ് ചെയ്യാൻ പോകുന്നത് for this website section. Then sixth one is content marketing. Now we need to keyword finalize, we need to write an article. Then content marketing കഴിഞ്ഞിട്ട് we need to start doing our SEO. So SEO again two step. One is on page, another one is off page. So off page, on page SEO ആയിരിക്കും നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിനകത്ത് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. So SEO will be going for the on page activities. എന്താണ് എങ്ങനെ നമുക്ക് സൈറ്റിനെ SEO ഫ്രണ്ട്ലി ആക്കാം, ഗൂഗിൾ ഫ്രണ്ട്ലി ആക്കാം, so that Google will get rank my website. എങ്ങനെ നമുക്ക് ഈസിലി അതെല്ലാം ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു ലുക്ക് ഇൻ ടു ദാറ്റ്. പിന്നെ ഓഫ് പേജ് ആക്ടിവിറ്റി വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ബിൽഡിംഗ് ലിങ്ക് സോ ദാറ്റ് നമ്മുടെ പേജസ് റാങ്ക് ചെയ്യാൻ തുടങ്ങണം. സോ ഒപ്റ്റിമൈസ് ആവണം. സോ ഫോർ ദാറ്റ് പർട്ടിക്കുലർ പർപ്പസ് വി ആർ ഗോയിങ് ടു യൂസ് ഓഫ് പേജ് ആക്ടിവിറ്റീസ്. ദെൻ എട്ടാമത്തെ സ്റ്റെപ്പ് വി സ്റ്റാർട്ട് ഡൂയിങ് ഇമെയിൽ മാർക്കറ്റിംഗ്. Now we need to learn about email marketing. Here again നമുക്ക് എങ്ങനെ നറിഷ് ചെയ്യാം. സോ ഓൾറെഡി ഡാറ്റാബേസ് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റാബേസ് ആയിരിക്കും. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് റാൻഡം ഡാറ്റാബേസ് നമ്മൾ ഒരിടത്തു നിന്ന് വാങ്ങിയിട്ട് ആ ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നതല്ല, നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഡാറ്റാബേസ് ആണ്. വി ഇന്റൻസ്ലി ആളുകളെ ലാൻഡിംഗ് പേജിനകത്ത് വിട്ടിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റാബേസ് ആണ്. ദാറ്റ് കംസ് ഇൻ ടു ഇമെയിൽ മാർക്കറ്റിംഗ് സെക്ഷൻ. ഓക്കെ, സോ ഇമെയിൽ മാർക്കറ്റിംഗിനകത്ത് വരുന്ന ഡാറ്റാബേസ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഇതിനെ നറിഷ് ചെയ്യണം. സോ നർച്ചർ ചെയ്യണം. സോ നർച്ചർ എങ്ങനെ ചെയ്യുന്നത്? കീപ് ഓൺ ഫോളോ ഗിവിംഗ് വാല്യൂസ്. നമ്മൾ ലാസ്റ്റ് ടൈം സംസാരിച്ചായിരുന്നു ജോബ് ഹുക്ക്. സോ കറക്റ്റ് ആയിട്ട് നമ്മൾ വാല്യൂ ദെൻ വി വിൽ പുഷ് അവർ പ്രൊഡക്റ്റ്. സോ വീക്ക്ലി ഒരു ദിവസം മാത്രമായിരിക്കും നമ്മൾ പുഷ് ചെയ്യാൻ പോകുന്നത്. വീക്ക്ലി ഇൻ ദ സെൻസ് 5 മെയിൽ അയക്കുകയാണെങ്കിൽ 4 മെയിൽ സംതിങ് വാല്യൂ ആയിരിക്കും, 5ാമത്തെ മെയിലായിരിക്കും നമ്മുടെ എന്തെങ്കിലും പ്രൊഡക്റ്റ് പിച്ച് ചെയ്യാൻ പോകുന്നത്. സോ ദാറ്റ് ഈസ് കൈൻഡ് ഓഫ് ഇമെയിൽ മാർക്കറ്റിംഗ് വി ആർ ഗോയിങ് ടു പുട്ട്. ദെൻ ഇമെയിൽ മാർക്കറ്റിംഗ് കഴിഞ്ഞിട്ട് 9th is traffic. So now you need to get into traffic. So traffic, that is paid and free. Both traffic you need to start focusing on. So paid traffic ന് വേണ്ടി നമ്മൾ എങ്ങനെ സെക്ഷൻസ് ആയിരിക്കും ഫോക്കസ് ചെയ്യാൻ പോകുന്നത്? We are going to use native ads. ഇതെല്ലാം സേഫസ്റ്റ് ടു റൺ ആഡ്. ഗൂഗിൾ ആഡ്സ് അത്ര സേഫ് അല്ല, യു കാൻ റൺ. ബട്ട് ലാൻഡിംഗ് പേജ് എല്ലാം വെച്ചിട്ട് നമുക്ക് റൺ ചെയ്യാൻ പറ്റും. യു ക്യാൻ ഡു ദാറ്റ് വേ. സോ ലൈക്ക് ഇപ്പൊ നിങ്ങൾ ലാൻഡിംഗ് പേജും ഓഫർ പേജിനകത്തോട്ട് വിടുന്നില്ലെങ്കിൽ, സോ പീപ്പിൾ യൂസ്വലി സെൻഡ് ദാറ്റ് ഓൾസോ. ഇപ്പൊ നമ്മൾ ലാൻഡിംഗ് പേജും ജസ്റ്റ് ബ്രീഫ് പേജും അല്ലെ താങ്ക് യു പേജും മാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ആഡ്സ് എല്ലാം ചെയ്യാം, നോ ഇഷ്യൂ. ബിക്കോസ്
ഒരു വട്ടം ഇമെയിൽ ഡാറ്റാബേസ് കളക്ട് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഓഫർ സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. ആ ലാൻഡിംഗ് പേജും പിന്നെ ഈ നമ്മുടെ എന്താ പറയുന്ന ബ്രിഡ്ജ് പേജും അല്ലെ താങ്ക് യു പേജിനകത്ത് നമ്മൾ എവിടെയും അഫിലിയേറ്റ് ലിങ്ക് ഇൻക്ലൂഡേ ചെയ്യുന്നില്ല. അങ്ങനത്തെ സിനാരിയോ ആണെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിനകത്തും ആഡ് റൺ ചെയ്യാൻ പറ്റും, ഏത് സോഷ്യൽ മീഡിയ ചാനലിനകത്ത് നിങ്ങൾക്ക് റൺ ചെയ്യാൻ പറ്റും ആഡ്. അവിടെ നമുക്ക് ആഡ് റൺ ചെയ്യാൻ വേണ്ടി പ്രശ്നമില്ല. ബട്ട് വെൻ ഇറ്റ്സ് ഇൻവോൾവ് നമ്മുടെ ബ്രിഡ്ജ് പേജിനകത്ത് നമ്മൾ നമ്മുടെ ഓഫർ പേജ് കൊടുത്താൽ, ഓഫർ പേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അഫിലിയേറ്റ് ലിങ്ക് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ദാറ്റ് ബിക്കം എന്താ പറയുന്നത് ഒരു ഇൻട്രസ്റ്റ് ഫോക്കസ് ആയി പോകും. മീൻസ് ഒരാളുടെ ഒരു എന്താ പറയുന്നത് മണി ഇൻവോൾവ് ആയി. സോ അവിടെ റിസൾട്ട് പ്രോപ്പർ ആയിട്ട് വരണമെന്നില്ല. സോ if you are not giving your offer page on your bridge page or thank you page, you are safe to run anywhere. But depends ഏത് ഇൻഡസ്ട്രിനകത്താണ് നിങ്ങൾ അത് ചെയ്യുന്നത്, അതും കൂടെ നോക്കണ്ടേ. So native ads, you can go for the native ads, safe ആണ്. Then you can email swipe. ഇതെല്ലാം എന്താണ് നമ്മൾ നോക്കാം. ഇമെയിൽ സ്വൈപ്പ്, native ads, email swipe, then display, media buying എന്നാണ് നമ്മൾ പറയുന്നത്. media buying, then traffic engines are there, they offer you a lot of traffic. Then free എങ്ങനെ blog commenting, you can use blog commenting sections or forumsനകത്ത് പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ ആൻസർ ഇടുക. ലൈക്ക് somebody ask like what is the best way to reduce weight, so you can go to that forum and start talking about that. I have gone through this particular product, this product is very good and it has helped me to lose this much of weight. So അങ്ങനെ പറയാൻ പറ്റുവാണെങ്കിൽ you can go start putting your forum content. അവിടെ നിങ്ങളുടെ ലിങ്ക് ഡ്രോപ്പ് ചെയ്യാം. Okay, this is your affiliate link. If you wanted, if you are interested, you can go and look. So again അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാ യൂട്യൂബ് വീഡിയോസ്, യൂട്യൂബ് ചാനൽസ്, podcast. These are the other free ways where you don't have to pay, but you need to be a content marketer. You need to build your content. So Instagram followers, ആ sections എല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. So these are the 9 important steps involved in building your affiliate business. So നമുക്ക് ഈ 9 steps ആണ് പഠിക്കേണ്ടത്. So these are the 9 important sections ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. If you wanted to do a proper affiliate marketing, these are the 9 things you need to understand and you need to be master in that. So all again day 1 തന്നെ നിങ്ങൾ മാസ്റ്റർ ആവില്ല. Every time working you are getting into better somewhere. Okay, so that's it. ഈ particular section അകത്ത് ഇനിയിപ്പോൾ ഇതിന്റെ related questions ഉണ്ടെങ്കിൽ ചോദിക്കാം. So let me unmute. So unmute ചെയ്തിട്ട് സംസാരിക്കാം ആർക്കെങ്കിലും questions ഉണ്ടെങ്കിൽ. Sir. Yes, Rohit, പറഞ്ഞോളൂ.